ഹായ് ഗായ്സ്, ദിവസം വന്നില്ല. ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റൊരു വീഡിയോയുമായി നമ്മൾ വന്നിരിക്കുകയാണ്. മറ്റൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ നിസ്സഹായ അവസ്ഥയുടെ കാര്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാ യൂട്യൂബറും ഏറ്റെടുത്ത അതേ ഒരു സംഭവം തന്നെയാണ്. സത്താർ എന്ന് പറഞ്ഞ വ്യക്തിയുടേത്. നമ്മളെല്ലാം മനുഷ്യരാണ്. മറ്റൊരു മനുഷ്യനോട് സഹവാസം ഉണ്ടാകുന്നെങ്കിൽ അത് സാധാരണക്കാരിൽ സാധാരണക്കാരോടാണ്. അതായത് ഭരണം, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എല്ലാ ഭരണസങ്കല്പങ്ങളിലും അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ ആവശ്യത്തിൽ കൂടുതൽ എടുക്കുന്ന സ്വാതന്ത്ര്യത്തെ അത് സ്വാതന്ത്ര്യമെന്നല്ല, അതിന് ആഭാസം എന്നത് തന്നെ വിളിക്കാം. അതിനു വേണ്ടിയാണ് ചൂഷണങ്ങൾ എന്ന് പറയുന്ന അലിഗേഷൻസ് ഉണ്ടാവാറ്. പല രീതിയിൽ, ആണാണോ പെണ്ണാണോ എന്നല്ല, ഏത് വ്യക്തിക്കും വ്യക്തിഹത്യ പോലും സംഭവിക്കുന്ന ഈ ലോകത്ത് ഒരു സാധാരണക്കാരന്, ഒരു ഭിക്ഷ ഓട്ടോറിക്ഷക്കാരന് അദ്ദേഹത്തിന്റെ വരുമാനം ആ ഓട്ടോ വരുമാനത്തിലാണ്. അപ്പോൾ നമ്മളും ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ വിഷമം നമുക്കും പ്രയാസമുണ്ട്. അത്തരത്തിൽ ആ വ്യക്തിയുടെ മരണത്തിൽ നിയമപാലകർ കാരണക്കാരായി എന്ന് പറയുമ്പോൾ ഒരു പൗരനെന്ന നിലയിൽ, ഇന്ത്യയിൽ കേരളത്തിൽ ജീവിക്കുന്ന നിലയിൽ നമുക്ക് ഒരു അപമാനകരമാണ്. ഒരിക്കലും നമ്മൾ മൊത്തം ഓട്ടോ ഡ്രൈവറെ ഇഷ്ടമാണെന്നോ അവർക്ക് മാത്രം സംസാരിക്കുന്ന വ്യക്തിയാണെന്നോ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുകയില്ല. എന്നാലും ഞാനും ഒരു ഓട്ടോക്കാരനായിരുന്നു എന്ന ഒരു കാഴ്ചപ്പാടാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. കാരണം ഞാനും ഒരു ഡ്രൈവറായിരുന്നു. കാരണം കൂടുതൽ കാലമല്ല, കുറച്ച് കാലം. കാരണം അത്ര കാലത്തോളം ഞാൻ ഓട്ടോ ഡ്രൈവർ എന്നതിൽ മാറ്റമുണ്ടാവില്ല. കാരണം ഞാൻ ആ ജോലി ചെയ്തതാണ്. ആ ഒരു വിഷമം അറിയുന്നത് കൊണ്ട് എന്താണ് ആ പരിമിതികളെന്ന് ഇപ്പോൾ ഈ വ്യക്തിയുടെ മുന്നിൽ നിന്ന് വ്യക്തമാക്കാം. പക്ഷേ അവർക്ക് ഒരുപാട് യൂണിയൻസ് ഉള്ളത് കൊണ്ട് അവരുടെ ജീവിതം കഴിഞ്ഞു പോകുന്നു. പക്ഷേ അത്ര കെയർഫുള്ളായ ജീവിതമല്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഈ സത്താർ ഖാന്റെ വിഷയം, ജീവിക്കാൻ വഴിയില്ല, പോലീസ് ഓട്ടോ വിട്ടുതരുന്നില്ല, ജീവനൊടുക്കും മുമ്പ് അബ്ദുൽ സത്താറിന്റെ ഫേസ്ബുക്ക് വീഡിയോ നമ്മൾ ഇതിൽ അയച്ചിരുന്നു. അദ്ദേഹം ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിൽ പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. കാസർഗോഡ് എപ്പോഴും ട്രാഫിക് ജാമാണ്. ഞാൻ നായക് റോഡിൽ നിന്ന് വന്നിട്ട് നെല്ലിക്കുന്ന് ബീച്ച് റോഡിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളെ ട്രാഫിക് നടന്ന് നമ്മളെ വിട്ടു. ഞങ്ങൾ ഇറങ്ങി ലെഫ്റ്റ് എടുത്ത് റൈറ്റ് എടുത്ത് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു മൂലക്ക് നിന്ന് ഹോം ഗാർഡ് ചാടി വണ്ടിയിൽ വീട് പോകാൻ പാടില്ല. അവിടെ റോഡ് ഫ്രീ ആയിരുന്നു, രണ്ട് സൈഡ് നിർത്തിയിട്ടുണ്ട്. എന്തായാലും വിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ നമുക്ക് ബാക്കിലും പോകാൻ പറ്റില്ല, ഫ്രണ്ടിലും പോകാൻ പറ്റില്ല, എന്തും ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ SIനെ വിളിച്ചു. താക്കോൽ കൂടിയിട്ട് പോയി. അപ്പോൾ ഉള്ളതും ബ്ലോക്കായി. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആൾക്കാരെല്ലാം, വണ്ടിയിലെ ആൾക്കാരെല്ലാം ഒന്ന് ഇറങ്ങിയിട്ട് പ്രശ്നമാക്കുമ്പോൾ പിന്നെ താക്കോൽ കൊണ്ടുവന്നിട്ട് വണ്ടി സ്റ്റേഷനിൽ കൊണ്ടുവച്ചു. സ്റ്റേഷനിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞ് കുറെ നിയമമുണ്ടല്ലോ, കുറെ വകുപ്പ് ചാർത്തിട്ട് ഇവനവിടെ ഇട്ട് ഹോം അറസ്റ്റ് ആക്കിയിട്ടുണ്ട്, 2 ജാമ്യം വേണമെന്നെല്ലാം പറഞ്ഞു. എനിക്ക് 2 ജാമ്യം പോയിട്ട് എനിക്ക് കാസർഗോഡ് ആരുമില്ല. എൻ്റെ നാട് കാസർഗോഡാണ്. ഞാൻ കല്യാണം കഴിച്ച മാംഗ്ലൂരാണ്. ഞാൻ എൻ്റെ താമസമെല്ലാം മാംഗ്ലൂരാണ്. ഞങ്ങളുടെ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നുണ്ട്. ആഴ്ചയിൽ വീട്ടിലൊക്കെ പോകാറുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിലെ ചെലവിന് വരെ പൈസ കൊടുക്കാനില്ല. 3-ാം തീയതിയാണ് 31-ാം തീയതിയാണ് ഞാൻ ലോൺ അടിച്ചത് ലേറ്റായിട്ട്. അത് പകുതി അത് 6,000 കൊടുത്ത്, പിന്നെ ഞാൻ കൊടുത്തത് 3,000 3-ാം തീയതി. അങ്ങനെല്ലായിട്ട് ലോൺ കിട്ടിയത്. പിന്നെ എനിക്ക് സുഖമില്ല, ഞാൻ ഹാർട്ട് പേഷ്യൻ്റാണ്. എനിക്ക് രാവിലെ 5 മണിക്ക് ഞാൻ നിസ്കരിച്ചിട്ട് പോയാൽ പിന്നെ ഞാൻ വരുന്നത് ഉച്ചക്ക് 12 മണിക്ക്. ആ 12 മണിക്ക് വന്നാൽ ഭക്ഷണം വെച്ച് കഴിച്ച് ഗുളികയെല്ലാം കഴിച്ച് ഒരു 2 മണിക്കൂർ ഉറങ്ങും. അതിൻ്റെ വൈകുന്നേരം 4:30 പോകും. ആ പോയി 10 മണി വരെ പണിയെടുക്കും. എൻ്റെ കാലിന് സുഖമില്ല.
എല്ലാവർക്കും ഞാൻ നല്ല ബുദ്ധിമുട്ട്. അതല്ലാണ്ട് വണ്ടി മേടിച്ചു തന്ന ഒരു സുഹൃത്താണ്. ഓന് ഞാൻ ഡൗൺ പേയ്മെന്റ് 25,000 രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓന്റെ പേരിലല്ലേ, എന്റെ ആധാർ കാർഡ് വീട്ടിലല്ലാത്ത കൊണ്ട് ഓന്റെ പേരിൽ എടുക്കേണ്ട വന്നു വണ്ടി. അതാണ് പ്രശ്നം വന്നത്. എന്റെ പേരിലില്ല വണ്ടി. നാളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ ഇവിടെ പോയി SP ഓഫീസിൽ കംപ്ലൈന്റുമായിട്ട്. ഇപ്പോഴത്തെ ആ റിസപ്ഷൻ പറഞ്ഞ് അടിക്കുന്നു. അതെല്ലാം വായിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുന്നറിയില്ല. പിന്നെ എന്നെ വിളിച്ചു പറഞ്ഞ് DYSPന്റെ അടുത്ത് പോകും. അങ്ങനെ DYSPന്റെ അടുത്ത് പോയപ്പോൾ അയാൾ ഇതൊന്നും നോക്കിയില്ല. അയാൾ പറഞ്ഞു ഞാൻ CC വീഡിയോ ഫോട്ടോയ്ക്ക് കണ്ടു എന്ന് പറഞ്ഞു. നീ പോയിക്കോ, നിങ്ങൾക്ക് വേണ്ടത് പിന്നെ വണ്ടിയല്ല, വണ്ടി ആരും തരും, ഫൈനൊന്നും എടുക്കില്ല, വണ്ടി എടുത്തിട്ട് പോകും. ഇവിടെ വന്നിട്ടാകുമ്പോൾ പറയുന്നത് പുതിയ വണ്ടിയാണ്, അതിന്റെ പൊല്യൂഷന്റെ പേപ്പർ വേണം, ഇൻഷുറൻസിന്റെ പേപ്പർ വേണം, എല്ലാം ഞാൻ എന്തെങ്കിലും മൊബൈലിലെല്ലാം കാണിച്ചു. അത് പറ്റൂല, ഒറിജിനൽ വേണം, പിന്നെ ഒറിജിനൽ വേണം, പൊല്യൂഷന്റെ പേപ്പർ വേണം. പൊല്യൂഷൻ ഒരു കൊല്ലം കഴിയാതെ പൊല്യൂഷൻ ആയിരുന്നു കിട്ടാൻ. വണ്ടി പുതിയ 8 മാസം ആയിട്ടുള്ളൂ. അങ്ങനെയുള്ള സംഗതി. അങ്ങനെ ഞാനിപ്പോൾ ലൈവായിട്ട് നിങ്ങളോട് പറയാൻ കാരണം, ഈ പോലീസുകൾ, കാസർഗോഡുള്ള പോലീസുകാർ അത്രക്കും വൃത്തികെട്ട SI ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അവരാണ് ഇതെല്ലാം പ്രശ്നം. എന്റെ വണ്ടി അവിടെ പിടിച്ചു വെച്ചിട്ട് ഇപ്പൊ ഞാൻ ഇന്നേക്ക് 5 ദിവസമായി, വ്യാഴാഴ്ച പിടിച്ചതാ. ഇപ്പൊ ഞാൻ എങ്ങനെ ജീവിക്കും? എന്റെ വീട് പട്ടിണിയാണ്. ഞങ്ങൾക്ക് ആരെയും വാടകയ്ക്ക് താമസിക്കുന്നത്, വീടും ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത്. എനിക്ക് വീടൊന്നുമില്ല സ്വന്തമായിട്ട്. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാണ്. നിങ്ങളെ എൻ്റെ ഫേസ്ബുക്കിലുള്ള, എൻ്റെ മെസ്സഞ്ചറിലുള്ള, ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാ സഖാക്കൾക്കും ലാൽസലം അവസാനമായിട്ടുള്ള. അതിലൂടെ നിങ്ങൾക്ക് ഒരു അഭിപ്രായത്തിലെത്താം. കാസർഗോഡ് ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിന്റെ, കാസർഗോഡ് വെച്ച് ഉപജീവന മാർഗമായി ഓട്ടോറിക്ഷ പോലീസ് കസ്റ്റഡിയിലെടുത്തതിന്റെ മനോവിഷയത്തിൽ ജീവനൊടുക്കിയ കാസർഗോഡ് ഓട്ടോ ഡ്രൈവർ അബ്ദുള്ള സത്താർ 55 വയസ്സാണ് അദ്ദേഹത്തിന്. ആ ഒരു വലിയ പ്രായത്തിൽ അദ്ദേഹത്തിന് കഴിയാവുന്ന എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം ഒരു നല്ലൊരു വ്യക്തിയാണെന്നാണ് കേട്ടത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് മോശമായ ഒരു അഭിപ്രായമില്ല. അപ്പോൾ വളരെ അസുഖബാധിതനായ വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അത്തരത്തിലൊരു മോശമായ ഒരു ആറ്റിറ്റ്യൂഡ് പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ അത് കേരളത്തിനൊരു ലജ്ജകരമായിട്ടാണ്. ഒരു പൊതുപ്രവർത്തകന് പറ്റിയ സ്വന്തം കാക്കിക്ക് തന്നെ ഉപദ്രവിക്കുന്ന രീതി പോലെ ഓട്ടോറിക്ഷ ഏതൊരു സാധാരണക്കാരനും ഒരു പെട്ടെന്ന് എവിടെയെങ്കിലും പോവാൻ ഒരു ഓട്ടോറിക്ഷ നമ്മൾ തേടാറുണ്ട്. അത് ഏതൊരു വ്യക്തിക്കും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ആ ഒരു കാര്യം നോക്കുമ്പോൾ ഓട്ടോറിക്ഷക്കാരെ മുഴുവൻ തള്ളിക്കളയുക എന്ന് പറയുന്ന കാര്യത്തിലും നമ്മൾ ഒന്നിച്ചു നിൽക്കില്ല. ജീവിക്കാൻ വേറെ വഴിയില്ലെന്നും പോലീസ് ഓട്ടോ വിട്ടു തരുന്നില്ലെന്നുമെന്നാണ് ഇദ്ദേഹം വീഡിയോയിൽ പറയുന്നത്. യാത്രക്കാരുമായി പോകുന്നിടെ ഷാജി എന്ന ഹോം ഗാർഡ് വന്ന് മുന്നോട്ട് പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. ആ റോഡ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. തുടർന്ന് ഞങ്ങൾക്ക് മുന്നിലോട്ട് പിറകിലോട്ടും പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഹോം ഗാർഡ് SIയെ വിളിക്കുകയായിരുന്നു. പിന്നാലെ SI ഓട്ടോയെ താക്കോൽ എടുത്ത് പൊക്കുകയും ചെയ്തു. വണ്ടിയിലുള്ള ആളുകൾ പുറത്തിറങ്ങി പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ വണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഓട്ടോ ചോദിച്ചെത്തിയ എനിക്കെതിരെ ഏതാനും വകുപ്പുകൾ ചുമത്തി. പോലീസ് കേസെടുക്കുകയും ചെയ്തു. പോലീസ് നടപടിയിൽ പരാതിയുമായി ഞാൻ നേരെ SP ഓഫീസിൽ പോയി. അവിടെയുള്ള ഉദ്യോഗസ്ഥർ DYSPയെ അടുത്ത് പോകാൻ പറഞ്ഞു. പരാതിയുമായി DYSPയെ സമീപിച്ചു. സത്താർ വീഡിയോയിൽ പറഞ്ഞു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അബ്ദുൾ സത്താറാണ്. അതും വാടക കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ആ കാസർഗോഡ് വ്യക്തിയല്ല, കാസർഗോഡ് ഉപജീവന മാർഗം നേടി കുടുംബം പുലർത്തുന്നതാണ്. അപ്പൊ ആ ഒരു പരിഗണനകളും ഒരു സാധാരണക്കാരന് കൊടുക്കാമായിരുന്നു എന്നതാണ് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടും, അതും കാസർഗോഡ് ഭാഗത്തുള്ളവരെ
ഏറ്റവും വിലയുള്ള നല്ല മനസ്സാക്ഷിയുള്ളവരാണെന്നാണ്. പക്ഷെ ഇത്രയും റെസ്പോൺസിബിലിറ്റി കുറവുണ്ടായിരുന്നു എന്നത് ഇപ്പോഴാണ് ജനങ്ങൾ തിരിച്ചറിയുന്നത്. കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത് 4 ദിവസം മുമ്പ് കാസർഗോഡ് ഗീത ജംഗ്ഷൻ റോഡിൽ വെച്ച് അബ്ദുൽ സത്താർ ഗതാഗത നിയമം ലംഘിച്ചുവെന്ന കുറ്റത്തിന് ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. വാഹനം വിട്ടുകിട്ടാൻ പലതവണ സ്റ്റേഷനിൽ ബന്ധപ്പെട്ടെങ്കിലും നൽകാൻ പോലീസ് തയ്യാറായില്ലെന്നാണ് ആക്ഷേപം. സഹപ്രവർത്തകരായ മറ്റു ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കൊപ്പം കാസർഗോഡ് DSPയുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിട്ടുകൊടുക്കാൻ നിർദ്ദേശം നൽകിയെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് കീഴുദ്യോഗസ്ഥർ തടഞ്ഞുവെച്ചു. ഇതിനു പിന്നാലെ തിങ്കളാഴ്ച വൈകിട്ടോടെ അബ്ദുൽ സത്താറിന്റെ ക്വാർട്ടേഴ്സിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുന്നുണ്ടായിരുന്നു. സംഭവത്തിൽ NA നെല്ലിക്കുന്ന് MLA മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കുറ്റക്കാരനായ പോലീസുകാർക്കെതിരെ നടപടിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യുന്നതിന് ഓട്ടോ ഡ്രൈവർ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് ആഭ്യന്തര വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. പ്രതിഷേധത്തിന് പിന്നാലെ ആരോപണ വിധേയനായ SI അനൂപിനെ ചന്ദന പോലീസ് സ്റ്റേഷനിൽ ജില്ലാ പോലീസ് മേധാവി C ശില്പ സ്ഥലം മാറ്റി. ഇത് ചെറിയൊരു പണിഷ്മെന്റ് മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം സ്ഥലം മാറ്റുക, ഇതിനും കൂടുതൽ പണിഷ്മെന്റ്, കൂടുതൽ അന്വേഷണം ആരംഭം കുറിക്കാമായിരുന്നു. കാരണം ഇതൊരു കുറഞ്ഞ ഒരു ശിക്ഷയായി മാത്രമേ എനിക്ക് തോന്നൂ. കാരണം ഒരു മരണമാണ് അവിടെ സംഭവിച്ചത്. അദ്ദേഹത്തെ അത്രയും മോശക്കാരനാക്കിയാണ് ആ മരണത്തിന് ഒരു കാരണക്കാരനാകുന്നത് ഈ പോലീസ് ഓഫീസർ, അതായത് കാസർഗോഡ് ഈ പറയുന്ന പോലീസുകാർ. അപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നന്നായാണ് എല്ലാവരും പറയാറുള്ളത്. കാസർഗോഡ് എന്ത് കാര്യത്തിനും നല്ല അഭിപ്രായം പറയുന്ന ഏരിയയാണ്. അപ്പോൾ ആ പോലീസുകാർക്ക് ഇങ്ങനെയുള്ള മോശപ്പേരും കൂടിയുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. SP ആണ് ഇതിന് മുന്നിൽ നിന്നിട്ടുള്ളത്. അപ്പോൾ കാസർഗോഡ് SPക്ക് ഇത്രയും വൈരാഗ്യമായ ഒരു ഇത് അതിൽ ആ അന്വേഷണം അത് ഒരു കാര്യവുമില്ലാതെ കാസർഗോഡൊക്കെ വളരെ ബ്ലോക്കും ആ ഒരു ട്രാഫിക് ബ്ലോക്കും ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അനാവശ്യമായ ഒരു വിവാദത്തിലേക്ക് എത്തുന്ന ഒരു കേസ് തന്നെയായിരിക്കും. ഇത് സോഷ്യൽ മീഡിയ മൊത്തമായി ഏറ്റെടുത്ത ഒരു കേസാണ്. കാരണം സത്താർ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ആ പ്രായത്തിൽ അത്രയും അദ്ദേഹത്തിന് ഇനി പോരാടാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ജീവിതം വെച്ചുള്ള അവസാനത്തെ അദ്ദേഹത്തിന്റെ അടിക്കുറിപ്പാണ്. ഇനി അയാൾക്ക് ആരുമില്ലാത്ത സമയത്ത് അയാൾ ആരോട് ചോദിക്കാനും കഴിയാത്ത അവസ്ഥയിൽ ഇത്തരത്തിലുള്ള സാധാരണക്കാർക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന തിരിച്ചറിവ് കേരളത്തെ ജനാധിപത്യത്തിനുണ്ടാവണം. ഇത് ജനാധിപത്യ ഇത് മ്ലേച്ഛമായ ഒരു തീരുമാനമായിപ്പോയി. അത് പോലീസ് ഓഫീസർക്ക് മൊത്തത്തിൽ ഇത് ഒരുപാട് ഗുണം ചെയ്യില്ല. ഒരു കോൺസെപ്റ്റ് നിലപാടില്ലായ്മ എന്ന തെറ്റ് ഡിപ്പാർട്ട്മെന്റിനുണ്ടാവും. ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം ഇഷ്യൂ ആണ്. എല്ലാവരെയും ഉൾപ്പെടുത്തി പറയാനുള്ള ഒരു കുറ്റസമ്മർദ്ദമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി ഇതിനു മുകളിലുള്ളവർ നന്നായി അന്വേഷിച്ച് അതിന്റെ ആ പാവപ്പെട്ട വൃദ്ധന്റെ ആ ഓട്ടോറിക്ഷ കേസിൽ നിസ്സാരമാക്കി കളയാതെ, തള്ളിക്കളയാതെ ആവശ്യമുള്ള നീതി മരിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന് നേടിക്കൊടുക്കണം. ഇല്ലെങ്കിൽ ഒരു പരാജയമാവുന്നത്. ജീവിതത്തിലെ എല്ലാ ഏടുകളും കടന്നാലും ഒരവസാനത്തെ ഏടുകൾ ബാക്കിയെന്ന പോലെയാണ് ജീവിതം. ബാക്കി എഴുതേണ്ടത് അവനവൻ തന്നെയാണ്. അപ്പോ ആ ഏടുകൾ പൂർത്തിയാക്കാതെ അദ്ദേഹം വിരമിച്ചു. അദ്ദേഹം ആരാണെന്നോ നമുക്ക് പരിചയമുള്ള വ്യക്തിയോ ഒന്നുമല്ല. ഒരു സാധാരണക്കാരൻ, ഒരു ഓട്ടോ തൊഴിലാളി, അതും അന്യനാട്ടിൽ നിന്ന് വന്ന് അവിടെ താമസിച്ച്
കൂടും പുലർത്തുന്ന, രണ്ടറ്റം കൂട്ടിമുട്ടുന്ന മുട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധാരണക്കാരൻ. നമ്മളും സാധാരണക്കാരനാണ്. പക്ഷെ ആ വേദന അറിയാവുന്ന ഏതൊരു പൗരനും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ തുറന്നു കാട്ടുക എന്നല്ലാതെ, ഈ ഒരു വിഷമത്തിൽ പങ്കുചേരുക എന്നല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ്? സോഷ്യലിസം, മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഓട്ടോ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സർവീസ് തന്നെയാണ്. 4 പേർക്ക് ഗുണകരമാകുന്ന ഒരു തൊഴിൽ തന്നെയാണ്. പക്ഷേ അതിനും അടിച്ചമർത്തുന്ന ഇത്തരത്തിലുള്ള ട്രാഫിക് ഉള്ളത് നിസ്സാരമായ, ആദ്യമായി കേൾക്കുന്നൊന്നുമല്ലല്ലോ. സിറ്റിയിൽ ഉടനീടെ ട്രാഫിക് ഇല്ലാത്ത ഏത് ഏരിയകളാണുള്ളത്? കാസർഗോഡ് പോട്ടെ, പല ഏരിയകളും ട്രാഫിക് തന്നെയാണ്. അതിന് മറ്റുള്ളവരെ പഴുതാരേണ്ട കാര്യമില്ല. അത് ട്രാഫിക് നിയമപാലകരാണ് അതില്ലാതാക്കേണ്ടത്, അല്ലാതെ ഓട്ടോ ഡ്രൈവറെയൊന്നുമല്ല. അതിനുവേണ്ടി പോലീസുകാർ ഓട്ടോ പിടിച്ചു വെക്കുക, വരുമാനം ഇല്ലാതാക്കുക, തൊഴിലില്ലാതാക്കുക, ഇതൊന്നും നല്ല പ്രവൃത്തിയല്ല. ഇതൊരു ജീവനെ ഇല്ലായ്മ ചെയ്യും. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുമ്പോൾ ഒരു ജീവിതത്തിൻ്റെ അവസാനത്തെ ആയുസ് വരെ ഇതിൻ്റെ ഭാഗമാകാൻ പറ്റും. നാളെ നമുക്കും വരും. നമ്മളും എവിടെയും പോകുന്നില്ല, നമ്മളും ഈ ഭൂമിയിൽ തന്നെയാണ്. അപ്പോൾ കർമ്മ അതെന്നും വേട്ടയാടിക്കൊണ്ടിരിക്കും. ആ വേട്ടയാടലാണ് നമ്മൾ എന്നും ഓർത്തുകൊണ്ടിരിക്കേണ്ടത്. ഈ വിഷമം ആ പാവം മനുഷ്യന്റെ കൂടെയാണ് നമ്മളും കൂടുന്നത്. അപ്പോൾ വളരെ മോശമായി പോയി. കാസർഗോഡ് SP-യും ഒക്കെ ചെയ്ത വളരെ ബ്രൂട്ടലായൊരു, അദ്ദേഹത്തിന്റെ മരണശേഷമെങ്കിലും അദ്ദേഹത്തിന് സമാധാനം നൽകിക്കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വൈൻഡിങ് ഓഫ്.